العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ആദരണീയരായ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ ഗഹനമായ വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ആ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയെ ഏറ്റവും അടുത്ത കാലത്ത് നടന്ന 2 സംഭവങ്ങളിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കാം. ഒന്നാമത്തേത്, നീറ്റ് പരീക്ഷയിൽ 99.99% മാർക്ക് നേടി വിജയിച്ച ഒരു വിദ്യാർത്ഥിയുടെ കഥയാണ്. സ്വാഭാവികമായും മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയായ നീറ്റ് പരീക്ഷയിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്താൽ ആ കുട്ടിക്ക് രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസിൽ തന്നെ അഡ്മിഷൻ കിട്ടണം. അങ്ങനെ എയിംസിൽ അഡ്മിഷൻ കിട്ടിയ ആ വിദ്യാർത്ഥി തൊട്ടടുത്ത ദിവസം എയിംസിൽ ജോയിൻ ചെയ്യേണ്ട ആ വിദ്യാർത്ഥി തലേ ദിവസം ആത്മഹത്യ ചെയ്യുകയാണ്. സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്ന വാക്യം ഇങ്ങനെയായിരുന്നു: എനിക്ക് MBBS പഠനം ഇഷ്ടമല്ല, എനിക്ക് ബിസിനസ്സുകാരനാകണം എന്നായിരുന്നു ആഗ്രഹം. ഇതൊരു സംഭവമാണ്. സമാനമായി മറ്റൊരു സംഭവം കൂടി പറയണമെന്ന് തോന്നുകയാണ്. ആദം റെയിൻ എന്ന ഒരു കുട്ടിയെക്കുറിച്ച് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ChatGPTയുടെ സഹായത്തോടു കൂടി ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയാണ് ഈ പറയപ്പെട്ട ആദം റെയിൻ എന്ന് പറയുന്ന കുട്ടി. തീർത്തും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ChatGPTയുമായി കൂട്ടുകൂടിയ ഈ വിദ്യാർത്ഥി പുതിയ കാലത്തെ വിദ്യാർത്ഥി തലമുറയെ ബാധിക്കുന്ന ഡിപ്രഷൻ എന്ന ആ ഒരു ഡിപ്രഷനിൽ അകപ്പെട്ട് ജീവിതത്തോട് താല്പര്യം കുറഞ്ഞ് ജീവിക്കാനുള്ള ആഗ്രഹമില്ലാതെ എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് ChatGPTയോട് ചോദിച്ച് വളരെ ശാസ്ത്രീയമായി എന്നുള്ളത് നിങ്ങൾ നെഗറ്റീവ് സെൻസിലെടുക്കരുത്. ആ കുട്ടിക്ക് ChatGPT പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കുട്ടി അവസാനം ChatGPTയുടെ നിർദ്ദേശപ്രകാരം ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ChatGPTക്കെതിരെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്, കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവരുടെ വാദം എന്ന് പറയുന്നത്, ഈ ChatGPTക്ക് പകരം ഈ കുട്ടി സംസാരിച്ചിരുന്നത് ഒരു മനുഷ്യനോടായിരുന്നുവെങ്കിൽ ഈ കുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് തടയാൻ ആ മനുഷ്യന് സാധിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. അതുകൊണ്ട് ChatGPTക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കാണ് കേസെടുക്കണമെന്ന് അവരാവശ്യപ്പെടുന്നു. ഞാൻ ഈ 2 സംഭവം എന്തിനു പറഞ്ഞു ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ചരിത്രം മാത്രമായിരിക്കും, ഭൂതം മാത്രമായിരിക്കും പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത്. വർത്തമാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ, വർത്തമാനകാലത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകും. അതൊരു പക്ഷേ വാർത്താ മാധ്യമങ്ങളായിരിക്കാം, മറ്റാനുകാലികങ്ങളായിരിക്കാം. ഇങ്ങനെ സാധാരണ നമ്മൾ പഠിപ്പിസ്റ്റ് എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. പഠിപ്പിസ്റ്റ്, പുസ്തകപ്പുഴു എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്.
പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുന്ന, മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് പഠിപ്പിസ്റ്റ് അഥവാ പുസ്തകപ്പുഴു എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ അതിൻ്റെ ബേസിൽ മാത്രം നമുക്ക് ഒരു കുട്ടിയെ ആ കുട്ടി എല്ലാം നേടിയവനാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ കഴിയുമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ 99.99% നീറ്റ് പരീക്ഷയിൽ സ്കോർ ചെയ്ത വിദ്യാർത്ഥി ഇന്നും ജീവിച്ചിരിക്കണമായിരിക്കും. ആ കുട്ടിക്ക് പുസ്തകത്തിൽ നിന്നും പുസ്തകത്തിന് പുറത്തുനിന്നും ലഭിക്കേണ്ട എന്തൊക്കെയോ മിസ്സിംഗ് ആണ് എന്നാണ് ആ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായ ആസ്പെക്റ്റ് പിന്നെ സാറ് കൂടി പറയുമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. സർ പ്ലീസ്. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നംഷീറും സർ, അതുപോലെ വേദിയിലും സദസ്സിലുമായിട്ടൊക്കെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദ ഫ്യൂച്ചർ ഫ്രം ക്ലാസ് റൂം ടു ക്രിയേറ്റിവിറ്റി, ലേണിംഗ് ബിയോണ്ട് ദ ബുക്സ്. പുസ്തകത്താളുകൾക്കപ്പുറമുള്ള പഠനം എന്ന് വെച്ചാൽ പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് ഒരു ക്ലാസ് റൂമിനകത്ത് ഒരു അധ്യാപകൻ പറയുന്നത് കേൾക്കുക എന്നതാണ്. ആ കേട്ട വാക്കുകൾ കുറിച്ചു വെക്കുക, പുസ്തകങ്ങളിൽ കുറിച്ചു വെക്കുക. കുറിച്ചു വെച്ച കാര്യങ്ങൾ മനപ്പാഠം, കാണാപ്പാഠം പഠിക്കുക. ഇതാണ് പരമ്പരാഗത ശൈലി രീതി എന്ന് പറഞ്ഞത്. കേൾക്കുക, കുറിച്ചു വെക്കുക, പഠിക്കുക. ഈ പഠനത്തിന് ഗുണങ്ങൾ ഉണ്ട് എന്നതോടൊപ്പം ഒരുപാട് ദോഷങ്ങളുമുണ്ട്. പുസ്തകത്താളുകളിൽ നിന്ന് പഠിച്ച അറിവുകൾക്കും അപ്പുറമുള്ള ലോകമുണ്ടെന്നും അവിടെയുള്ള അറിവുകൾ സ്വായത്തമാക്കണം എന്നും ഒരു ധാരണ പോലും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. എന്നാൽ ഇന്ന് ക്ലാസ് റൂമിന് അപ്പുറം ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു രംഗമായിരുന്നു. സോഫ്റ്റ്വെയർ രംഗത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തൊക്കെ ഡെവലപ്പറായിട്ടൊക്കെ ജോലിയുണ്ട്, ജോലി സാധ്യത ഉണ്ട് എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ രംഗത്ത് നിന്നും ഇന്ന് ഒരുപാട് ആ മേഖലയിൽ, പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് രംഗത്ത്, സെക്യൂരിറ്റി രംഗത്ത് ഒക്കെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. റോബോട്ടുകൾ ഒക്കെ ജോലി ചെയ്യും, മനുഷ്യാധ്വാനത്തിന്റെ 10 മടങ്ങ് ജോലി ചെയ്യും എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ വിശേഷ ബുദ്ധി, ചിന്താശേഷി അതിന് പകരം വെക്കാൻ ഒന്നും ആവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്, ആ അറിവിനോടൊപ്പം ഇത്തരം നൂതന ആശയങ്ങൾ കൂടി പഠിച്ചാലേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി പറ്റൂ എന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പുസ്തകങ്ങൾക്കപ്പുറം, ഉദാഹരണം, ഒരു കുട്ടി സോളാർ എനർജിയെ കുറിച്ച്, സൂര്യന്റെ താപം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാം, ആ വൈദ്യുതി ഉപയോഗിച്ച് വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഉപകരണങ്ങൾ, ഫാന്, AC അങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാം എന്നതിനെ കുറിച്ച് തിയറിറ്റിക്കലായി നോളജ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അക്കൗണ്ട്സ് കൃത്യമായി പഠിച്ചു, BCom ഒക്കെ കഴിഞ്ഞു. എന്നിരുന്നാലും പുസ്തകത്തിൽ പഠിച്ച അറിവിനപ്പുറം പ്രായോഗിക പരിശീലനമില്ലെങ്കിൽ, പ്രാക്ടിക്കൽ നോളജ് എന്നൊക്കെ പറയും, അത് ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് കയറുക അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നത്
പ്രയാസമാണ്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ സോളാർ എനർജി എന്ന് പറഞ്ഞത്. തിയററ്റിക്കലി അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അവന് ആ മേഖലയിൽ ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ സോളാർ പാനൽ സ്ഥാപിക്കാനും അവിടെ വൈദ്യുതി എത്തിക്കാനുമുള്ള അറിവ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്, പരിശീലനമാണ്. ഇത്തരത്തിലൂടെയുള്ള പരിശീലനങ്ങളിലൂടെ, ട്രെയിനിങ്ങിലൂടെ, പുസ്തകത്തിനും അപ്പുറത്തേക്കുള്ള ലോകത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലത്ത്, മത്സരാധിഷ്ഠിത കാലത്ത് ജീവിത വിജയം നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണം, സക്കാത്ത്, സദക്ക എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിന്റെ ടാക്സ്, നികുതി, സർക്കാരിന് കൊടുക്കേണ്ട ബാധ്യത, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, കടമയാണ്, നിർബന്ധമാണ് അല്ലെ. വരുമാനത്തിന് നമ്മ സക്കാത്ത് കൊടുക്കണം എന്ന് പറയും പോലെ വരുമാനമുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന സ്ലാബിനപ്പുറം കടന്നാൽ സർക്കാരിലേക്ക് നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ബാധ്യത നിർവഹിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. പുസ്തകത്തിൽ നികുതി കൊടുക്കേണ്ടത് എങ്ങനെയുണ്ടാവും? അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളാണെങ്കിൽ അതിൽ തന്നെ പഴുതുകൾ ഉണ്ടാവും, എക്സംഷൻസ് ഉണ്ടാവും. നികുതി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാകുവാനുള്ള പഴുതുകൾ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതാണോ നല്ല വശം, ആ നല്ല വശം എടുക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാരിലേക്ക് നികുതി കൊടുക്കുകയാണെങ്കിൽ ആ നികുതി കൊടുക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ടൂൾ, ChatGPT അങ്ങനെയുള്ള സംവിധാനങ്ങൾ നല്ലതിന് ഉപയോഗിക്കാം, മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ അതിലെ നന്മ നിറഞ്ഞ നല്ല വശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം നൂതനമായ ആശയങ്ങൾ ക്ലാസ് റൂമുകൾക്കുള്ള ചുമരുകൾക്കപ്പുറം, അതും വേണം, അതിനപ്പുറമുള്ള ലോകത്തെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോവുക എന്നത് അസംഭവ്യമാണ്, അസ്വീകാര്യമാണ് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നംഷീർ സാർ പറയും. ഇന്ത്യയിലെ ഏറ്റവും ദീർഘദൂരം ഓടുന്ന ട്രെയിൻ അറിയോ? ഇന്ത്യയിലെ ഏറ്റവും ദീർഘദൂരം ഓടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗർ എന്ന സ്ഥലത്തേക്കാണ് ഈ ട്രെയിൻ ഓടുന്നത്. 82 മണിക്കൂർ കൊണ്ട് 4200 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത്. 82 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 ദിവസവും 10 മണിക്കൂറാണ് ഈ ട്രെയിനിൻ്റെ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് പാലക്കാട് വഴി അങ്ങനെ പിന്നെ അസാമിലെ ദിബ്രുഗർ എന്ന സ്ഥലത്തേക്കാണ് ട്രെയിൻ പോകുന്നത്. സത്യത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു പിന്നെ ബോർഡറായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഒരറ്റമായിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് കന്യാകുമാരി മുതൽ കശ്മീർ വരെയാണ് അല്ലേ. കന്യാകുമാരി മുതൽ കശ്മീർ വരെ പോലും ഇത്ര ദൂരമില്ല. കന്യാകുമാരി നിന്ന് കശ്മീരിലേക്ക് 3000 അങ്ങനെ സംതിങ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ എന്തിനിത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ കാസർഗോഡ് ജില്ലയുടെ അല്ലെങ്കിൽ പിന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലെ സമാനമായ ജില്ലകളിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ ഏതെങ്കിലും നഗരത്തിലോ മാത്രം ജീവിക്കുന്ന നമ്മൾ വിചാരിക്കുകയാണ് പിന്നെ നമ്മുടെ നാട് പോലെ ആയിരിക്കും എല്ലാ നാടും. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒമാനിലുള്ള ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടു. പിന്നെ ഒരു വീഡിയോ ആണ് സംഭവം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അതായത് ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകാനിരിക്കുന്നയാൾ പ്രതീക്ഷിക്കുന്ന പിന്നെ ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രവും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന വേറൊരു ചിത്രം ഉൾപ്പെടുത്തിയിട്ടൊരു സാധനമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ കണ്ടതല്ല യഥാർത്ഥ ഇന്ത്യ എന്നുള്ളതാണ്. നമ്മൾ കണ്ട ഇന്ത്യ പരമാവധി കേരളമായിരിക്കും, കർണാടകയായിരിക്കും. അതിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല.
ഈ ഇന്ത്യയിലെ ഗ്രാമങ്ങളെക്കുറിച്ച് മഹാത്മാഗാന്ധിജി പറയുന്നുണ്ടല്ലോ, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് അത് ഗ്രാമങ്ങളിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്കൊക്കെ അപ്ഡേഷൻ കിട്ടി തുടങ്ങിയത്, ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ ചിത്രം നമുക്കിങ്ങനെ കിട്ടിത്തുടങ്ങിയത്, പിന്നെ എനിക്ക് കിട്ടിത്തുടങ്ങിയത് ഈ PT മുഹമ്മദ് സഖാഫിയുടെ ഒരു ട്രാവലോഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കഥ പറയാമെന്നൊക്കെ തുടങ്ങുന്ന ഒരു പ്രയോഗത്തിൽ ആരംഭിക്കുന്ന ഒരു ട്രാവലോഗ്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ ഇന്ത്യയിലെ ആത്മാവ് എന്നൊക്കെ പറയപ്പെടുന്ന ഗ്രാമങ്ങളുടെ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കപ്പുറം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രാമങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന കശ്മീരിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. ഒരു താഴ്വരയിലൂടെ 2 മണിക്കൂർ കാൽനടയായി യാത്ര ചെയ്യേണ്ട അത്രക്കും റിമോട്ടായിട്ടുള്ള ഏരിയയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇതുപോലെ അദ്ദേഹം എത്തിപ്പെടാത്ത റിമോട്ട് ഏരിയകൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഇന്ത്യ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കശ്മീരിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇതിൻ്റെ മറ്റേ അറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ അസാമിലെ ദിബ്രുഗർ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് മറ്റേ അറ്റം കിടക്കുന്നത്. ഇങ്ങനെ വിശാലമായ ഇന്ത്യ എന്ന ഒരു മഹാലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ തുറവി ഉണ്ടാകുന്നത് അതൊരിക്കലും നമ്മുടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയോ പിന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയോ അവയുടെ തലസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കാണാതെ പഠിച്ചതുകൊണ്ട് ഇന്ത്യയുടെ ആത്മാവിലേക്കുള്ള സഞ്ചാരം പൂർത്തിയാവില്ല. നിങ്ങൾ കേരളത്തെക്കുറിച്ച് പഠിക്കുന്ന കർണാടകക്കാരനായ ഒരാൾക്ക് പറയാൻ പറ്റുക കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്, കേരളത്തിൽ 14 ജില്ലകളുണ്ട്, അതിലപ്പുറം നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലണമെങ്കിൽ നിങ്ങൾ കുറേ കൂടി അന്വേഷണം നടത്തേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പിന്നെ ഫലസ്തീൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണ് ഫലസ്തീനിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പാഠപുസ്തകവും പറഞ്ഞു തരില്ല. നിങ്ങൾ നേരത്തെ ഇവിടെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പിന്നെ പ്രഭാഷണങ്ങളും മറ്റൊക്കെ നേരത്തെ നടന്നല്ലോ. അതിൽ പ്രയോഗിച്ചതിൽ തെറ്റായി തോന്നിയ ഒരു പ്രയോഗം യുദ്ധം എന്നുള്ളതാണ്. സത്യത്തിൽ ഫലസ്തീനിൽ നടക്കുന്നൊരു യുദ്ധമല്ല, അത് ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു വംശഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും റഷ്യയും യുക്രൈനും നടക്കുന്ന യുദ്ധമാണ്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബോംബ് വർഷവും ആക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് തീർത്തും കരുതിക്കൂട്ടിയുള്ള ഒരു വംശഹത്യാ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബ് വർഷങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാവണമെങ്കിൽ, കാഴ്ചപ്പാടുണ്ടാവണമെങ്കിൽ ഫലസ്തീനിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന അന്നു മുതലുള്ള ചരിത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വായിച്ചു നോക്കേണ്ടി വരും. മറ്റൊരു ഭാഗത്ത് ഫലസ്തീനു വേണ്ടി സംസാരിക്കുന്ന, ഫലസ്തീനു വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ നൈജീരിയയെ കാണുന്നില്ലേ, നിങ്ങൾ സുഡാനിൽ നടക്കുന്ന കലാപങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യം സാംസ്കാരിക പ്രവർത്തകർ നേരിടുന്നുണ്ട്. അതും ആ ചോദ്യം പോലും എന്താണ്, നിങ്ങൾ സുഡാന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നൈജീരിയക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം എന്ന് പോലുമല്ല. ആ ചോദ്യത്തിൻ്റെ മറുപുറം എന്ന് പറയുന്നത് നിങ്ങൾ ഫലസ്തീന് വേണ്ടി സംസാരിക്കരുത് എന്നാണ്. ഈ പരാമർശിച്ച ഓരോ രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ്, അത് വംശഹത്യയാണോ, യുദ്ധമാണോ, അല്ല ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളാണോ, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണോ എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഏത് വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് കൃത്യമായ ബോധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ
ഡിബേറ്റ് നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ചർച്ചകളിലൊക്കെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് സംശയം വന്നു. അപ്പോൾ സംശയം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങനെ തന്നെ ChatGPT ചോദിച്ചു നോക്കി, ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഏറ്റവും നമുക്ക് പിന്നെ ഒരു വിഷയത്തിൽ നമുക്ക് അറിയണം എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മൾ ആദ്യമായി ആശ്രയിക്കുന്നത് ഈ പറയപ്പെട്ട പിന്നെ AI സാങ്കേതിക വിദ്യയാണ് നമ്മൾ ആശ്രയിക്കുക. പക്ഷേ ഈ AIക്ക് പോലും തെറ്റായ വിവരം നൽകാനുള്ള കഴിവുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ വെറുതെ ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടാക്കി. അപ്പം എനിക്ക് കിട്ടിയ ഉത്തരം തെറ്റാണ്. ഞാനത് AIയോട് പറയുകയും ചെയ്ത്, നിങ്ങളെ തോൽപ്പിച്ചതിന് എന്ത് ചെയ്യണോ, നമുക്കൊരു അവാർഡ് തരണോ. സത്യത്തിൽ പിന്നെ അവർക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് വാദില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെയും മറ്റൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും വിവരങ്ങൾ വരിക. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ വിവരങ്ങൾ പഠിക്കാൻ വേണ്ടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അതിലും തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോകത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണമെങ്കിൽ, ശരിയായ ബോധ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പിന്നെ പുസ്തകത്തിൻ്റെ ലോകത്തേക്ക്, മറ്റ് ആനുകാലികങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട അറിവുകളെക്കാളും കൂടുതൽ, അതിൻ്റെ 10 മടങ്ങ് അറിവുകൾ നമുക്ക് ബിയോണ്ട് ദ ബുക്സ് പുസ്തകങ്ങൾക്കപ്പുറമുള്ള ലോകത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഗ്രഹിച്ചെടുക്കേണ്ടി വരും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നേരത്തെ മാഷ് കോട്ട് ചെയ്തു, ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യയെ അറിയണമെങ്കിൽ ഗ്രാമങ്ങളിൽ ചെന്ന് നോക്കണം. നമ്മൾ പുസ്തകങ്ങളിൽ പഠിക്കുന്നുണ്ട്, ഓരോ സംസ്ഥാനത്തിൻ്റെയും മാതൃഭാഷ തലസ്ഥാനമൊക്കെ പഠിക്കുന്നുണ്ട്. കേരളം, മലയാളം, കർണാടക, കന്നഡ, തമിഴ്നാട്, തമിഴ്, ഇങ്ങനെ. എന്നാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, കാസർഗോഡ് ടൗണിൽ സംസാരിക്കുന്ന മലയാള ഭാഷാ ശൈലിയിൽ നിന്ന് വ്യത്യാസമുള്ള ഭാഷാ ശൈലിയായിരിക്കും കാഞ്ഞങ്ങാട് ഭാഗത്തെത്തുമ്പോൾ. അവിടെയുള്ള ശൈലി ആയിരിക്കില്ല നീലേശ്വരം പോകുമ്പോൾ. ചെറിയ രീതിയിൽ വർത്തമാനത്തിൽ വ്യത്യാസമുണ്ടാവാം. കാസർഗോഡുകാരൻ്റെ സംസാരത്തിൽ അൻഡ എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്. മലപ്പുറംകാരൻ്റെ അൻഡ എന്ന് വെച്ചാൽ കാസർഗോഡുകാരൻ പറയുന്ന അൻഡ അല്ല, മലപ്പുറംകാരൻ്റെ അൻഡ എന്ന് പറഞ്ഞത്. ഇത്തരം വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഡിബേറ്റിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് സ്കൂളുകളുടെ സമകാലിക രംഗത്ത് സംഭവിച്ചൊരു ഡിബേറ്റ് ഉൾപ്പെടുത്തിയൊരു വിഷയമായിരുന്നു. സ്കൂളിനൊരു നിയമം ഉണ്ടാവും, ഹിജാബ് ഇടാൻ പാടില്ലെന്നോ തട്ടമിടാൻ പാടില്ലെന്നോ. പക്ഷേ അതിനുമപ്പുറമാണ് എഴുതി വെക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടന നൽകുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന, നമുക്ക് നൽകുന്ന അവകാശം. ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കുവാനും പ്രചരിക്കുവാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പാലിക്കുവാനുമുള്ള അവകാശം. അപ്പോൾ അതിന് മേലെ ഒരു സ്കൂളിൻ്റെയും ഒരു കോളേജിൻ്റെയും നിയമങ്ങൾ വലുതല്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പറയുന്നതെന്നുള്ളൂ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കന്നഡ, അതായത് അദ്ദേഹം ഉപയോഗിക്കുന്ന കന്നഡ സ്പെക്സ് മാത്രം ഇന്ന് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. മഹാത്മാഗാന്ധി പോലും വിസ്മൃതിയിലാകുന്ന കാലഘട്ടത്തിൽ ഗാന്ധിജി പറഞ്ഞൊരു കാര്യമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട്, ഒരുപാട് ഡിഗ്രികൾ എടുത്തിട്ട് ഒരു തൊഴിലിനും പറ്റാത്ത രൂപത്തിൽ BCom ഉണ്ട്, അല്ലെങ്കിൽ MCom ഉണ്ട്, അതും അല്ലെങ്കിൽ മറ്റ് ഡിഗ്രികളുണ്ട്. പക്ഷെ എന്ത് ജോലി ചെയ്യണമെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ, ഏത് രംഗത്താവട്ടെ, ജോലിക്ക് പര്യാപ്തമല്ലാത്ത രീതിയിൽ ഒക്കെ
ആൾക്കാരുടെ മനുഷ്യൻ്റെ വിഭവശേഷി വർദ്ധിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. കേരളമോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത്രക്ക് തൊഴിൽ ഇല്ലാത്ത അല്ലെങ്കിൽ തൊഴിലവസരം കുറഞ്ഞു എന്ന് നമുക്ക് തോന്നാത്തതിന് കാരണം ഗൾഫിലോട്ടുള്ള മൈഗ്രേഷനാണ്. ഗൾഫിലോട്ട് തൊഴിലന്വേഷിച്ചിട്ട് പോകുന്നത് കൊണ്ടാണ്. ഇങ്ങനെ പോയാൽ തന്നെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ നല്ല ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് പഴയ കാലത്ത് ഒരുപാട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട്, പഴയ ആൾക്കാരോട് സംസാരിച്ചാൽ പറയും ഒരുപാട് 10 കിലോമീറ്ററും അല്ലെങ്കിൽ 12 കിലോമീറ്ററൊക്കെ നടന്ന് പോയി മഴയും വെയിലുമൊക്കെ കൊണ്ട് നടന്ന് സഞ്ചരിച്ച് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും +2 ഒക്കെ പഠിച്ചിട്ട് ദർസൊക്കെ പഠിച്ചിട്ട് ആണ് അവരന്ന് അറിവ് കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യ കരസ്ഥമാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല, അധ്യാപകൻ നൽകിയ അറിവിൽ വല്ല സംശയവുമുണ്ടെങ്കിൽ അധ്യാപകനോട് ചോദിക്കുന്നതോടൊപ്പം പുസ്തകത്തിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കിട്ടാവുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടുമെങ്കിലും അതിലെന്ത് സംഭവിക്കാം? നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തെറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ എന്ത് വേണം? നമ്മുടെ കയ്യിൽ കനപ്പെട്ട വിലപ്പെട്ട വിശേഷപ്പെട്ട പുസ്തകങ്ങൾ വേണ്ടതായിട്ട് വരും. ഉദാഹരണം, ഇപ്പോൾ ഒരു സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ രംഗത്ത് ജോലി ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അധ്യാപകൻ, ഒരു വക്കീലാണെങ്കിൽ അദ്ദേഹം സെക്ഷൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഗൂഗിളിനെ ആശ്രയിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആപ്പുകൾ ആശ്രയിക്കും. പക്ഷേ അത് ശരിയാണോ എന്നറിയണമെങ്കിൽ ക്രിമിനൽ മാനുവൽ BNSന്റെ ബുക്ക് കയ്യിലുണ്ടാവണം. അതുകൂടി ഉറപ്പുവരുത്തിയതിനു ശേഷമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ? കോടതികളിൽ പെറ്റീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വക്കാലത്ത് അങ്ങനെയുള്ളതൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. കാരണം ഈ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന അറിവിൽ ഒരുപാട് മിസ്റ്റേക്ക്, ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്, തെറ്റുകളുടെ കൂമ്പാരമായി മാറുന്നുണ്ട്. അപ്പോൾ ഊന്നുവടി അല്ലെങ്കിൽ ഒരു കന്നഡ, ഇപ്പൊ കന്നഡ എന്ത് ഉപയോഗിക്കുന്നത്? അക്ഷരങ്ങൾ തെളിഞ്ഞു കാണാൻ വേണ്ടി ഒരു ഊന്നുവടി അല്ലെങ്കിൽ ഒരു സഹായി എന്നത് മാത്രമാണ് കന്നഡ അല്ലെങ്കിൽ ഗ്ലാസ് സ്പെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കാണാമെന്നുള്ള ധാരണ അബദ്ധധാരണയാണ്. എന്ന് പറയും പോലെ പുതിയ കാലത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഒരു സഹായി, രാത്രി നടക്കുന്ന സമയത്ത് ടോർച്ച് അല്ലെ, വയല് പാമ്പുകളോ തേളുകളോ കല്ലുകളോ മുള്ളുകളോ കൊള്ളണ്ട എന്ന രീതിയിൽ ഒരു സഹായത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നതുപോലെ ഒരു സഹായിയായി മാത്രം കണ്ടുകൊണ്ട് എല്ലാം അത് തരും എന്ന ചിന്താഗതി മാറ്റിവെക്കുക. പഴയ രീതിയും വേണം, പുതിയ രീതിയും വേണം. പഴയ കാലത്തെ അറിവുകൾ വിലപ്പെട്ടതാണ്, കനപ്പെട്ടതാണ്. ആ അറിവിനോടൊപ്പം പുതിയതിനൊരു സഹായിയായിട്ട് മാത്രം മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ക്ലാസ് റൂം പഠനം അത് പ്രൈമറിയാണ്. അതിനപ്പുറം ലോകമുണ്ട്, ശരിയാണ്. ആ ലോകം ഉപയോഗപ്പെടുത്തണം, അതും ശരിയാണ്. അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഒരു സെക്കൻഡറി ടൂളായിട്ട് മാത്രം ഉപയോഗപ്പെടുത്തുക എന്നതും അധ്യാപകന്റെ വാക്കുകൾ, മൊഴിമുത്തുകളെ വേദവാക്യമായി കാണുന്ന പരമ്പരാഗത ശൈലി തുടരണം എന്നും മാത്രം ഉദ്ഭവിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടി തുടങ്ങാനായല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദി പോലും പിന്നെ അറിവ് നേടാനുള്ള, കൂടുതൽ തുറവി ഉണ്ടാകാനുള്ള ഒരവസരമാണ്. ഇവിടെ നടക്കുന്ന മത്സര ഇനങ്ങളുടെ ലിസ്റ്റിങ്ങിനെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരങ്ങളാവുമ്പോൾ അതിൽ പിന്നെ ഗാനങ്ങൾ തുടങ്ങിയിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ടാവും. അതിലപ്പുറം കൂടുതൽ മത്സരങ്ങളും പിന്നെ
കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിച്ച് വരേണ്ട സംഗതികളാണ് കൂടുതലുണ്ടാവുക. ഒരു പ്രസംഗം മത്സരത്തിന് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു 5 വിഷയത്തെയെങ്കിലും ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം നടത്തിയിട്ടേ ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കിതാബുമായി ബന്ധപ്പെട്ട പിന്നെ മത്സരങ്ങളാണെങ്കിൽ ആ കിതാബ് പൂർണ്ണമായും ഗ്രഹിച്ചിട്ടേ ഒരാൾക്ക് ഇവിടെ വന്ന് പിന്നെ മത്സരിക്കാനുള്ള അവസരമുള്ളൂ. നേരത്തെ ഇവിടെ പിന്നെ ഇൻസ്പയർ ടോക്കിൽ അവസാനം പിന്നെ ഉറുദുവിലൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ. സത്യത്തിൽ പിന്നെ ഞാൻ ആ പ്രസൻറ്റേഷൻ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യയിൽ പോയൊരു ഫീൽ ഉണ്ടായി. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഒരു ക്ലാസ് കേൾക്കുന്നൊരു ഫീൽ ഉണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ അപ്പം കരുതിയത് വേറൊരു സാധനമാണ്. അദ്ദേഹത്തിന് പിന്നെ എന്തുണ്ട്, അവിടെ ദാവാ പ്രവർത്തനങ്ങൾക്ക് വലിയ സാധ്യത അദ്ദേഹത്തിനുണ്ട്. പിന്നെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ ദാവാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കൾ, നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളൊക്കെ ആ ഏരിയയിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിസന്ധി ഭാഷാപരമായ വേരിയേഷൻ തന്നെയാണ്. അത് ഉറുദു അറിയുന്നു എന്നുള്ളത് കൊണ്ട് എന്താവില്ല, അവിടെ പോയിട്ട് എന്തു ചെയ്യാം എന്നൊന്നും പറ്റില്ലല്ലോ. ഓരോ പ്രദേശത്തെയും പിന്നെ പ്രദേശത്തെയും അനുസരിച്ച് ഭാഷകളിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ദാവാ മേഖലയിൽ പിന്നെ കേരളേതര പ്രദേശങ്ങളിൽ തിളങ്ങാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇത്തരത്തിലുള്ള മത്സരത്തിൻ്റെ വേദികൾ. അങ്ങനെ മത്സരത്തിൻ്റെ വേദികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാഴ്ച പിന്നെ നമ്മുടെ പഠനം പിന്നെ ഒരു പക്ഷേ മാറ്റിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ പഠനത്തോടൊപ്പം ഇത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ സമയം കണ്ടെത്തേണ്ടി വരും. അതൊരിക്കലും എന്തല്ല, നമുക്കൊരു നഷ്ടമായിട്ട് ഒരിക്കലും തോന്നാനേ പാടില്ല. പിന്നെ നമ്മൾ ഇത്തരം ഈവൻറ്റുകൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന 10,000 രൂപയുണ്ട്, 100 കണക്കിന് മനുഷ്യരുടെ അധ്വാനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മുമ്പിലിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പിന്നെ കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മിറ്റി അംഗങ്ങൾ, ഇവർക്ക് ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി പിന്നെ നടപ്പിൽ വരുത്താനുള്ള പരിശീലനം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇവർ നിങ്ങളെപ്പോലെ പിന്നെ ചെറിയ പ്രായത്തിൽ മത്സരിച്ച് വന്ന് അങ്ങനെ മത്സരിച്ച് മത്സരങ്ങൾ കണ്ട് അതിൻ്റെ സംഘാടനമൊക്കെ മനസ്സിലാക്കി പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേകം പരിശീലനം നേടിയ ടീമൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതിനു വേണ്ടി പുറത്തുനിന്ന് ആളെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെയൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ പിന്നെ ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ ഏതെങ്കിലും ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിന് ഏൽപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറി പിന്നെ അതിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇന്നലെ മുതൽ പിന്നെ പാലക്കാട് കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രോത്സവം എന്താണ്? ശാസ്ത്രത്തിൽ ഇത്രമാത്രം കണ്ടുപിടിക്കാനുള്ളത് ഏകദേശം കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലെന്ന് ചോദിച്ച കാര്യമില്ല. പുതിയ ഗവേഷണങ്ങൾക്ക് വേണ്ടി പാഠഭാഗങ്ങൾക്കപ്പുറം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി നാളത്തെ ശാസ്ത്രജ്ഞരെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അത്തരത്തിൽ നടക്കുന്ന മേളകൾ. സമാനമായി നമ്മുടെ ഇത്തരം ഫെസ്റ്റുകളും പിന്നെ ഇതേ സമയം പിന്നെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ മഹർജാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അങ്ങനെ പിന്നെ വ്യത്യസ്തങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരാനുള്ള എല്ലാ സൗകര്യവും സംവിധാനവും പിന്നെ നമ്മുടെ പിന്നെ സംഘടനാ സംവിധാനങ്ങളിൽ അവൈലബിളാണ്. അടുത്ത ആഴ്ച പിന്നെ കർണാടക ഗുൽബർഗയിൽ വെച്ച് നാഷണൽ സാഹിത്യോത്സവം നടക്കാനിരിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും നമ്മുടെ വിദ്യാഭ്യാസ വിപ്ലവം, നമ്മുടെ ഈ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എത്തുന്നതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംവിധാനിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം, സമ്പത്ത്, മാനുഷിക വിഭവങ്ങളുടെ വിനിയോഗം ഒന്നും വെറുതെയാകില്ല എന്ന് തന്നെയാണ് നമുക്ക് പിന്നെ പറയാനുള്ളത്. സമയം ഏകദേശം ആയി വന്നതുകൊണ്ട് തന്നെ തൽക്കാലം ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.